വേണ്ട ഈ ഒരു സോളർ സീസൺ സ്പ്രിംഗ് ഞാൻ അമ്മ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു കമ്പ് ഒടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീസണാണ് കേട്ടോ, സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ നാട്ടിലേക്ക്, പോളണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക്. അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പോളണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് എങ്ങനെ നമുക്കൊരു കൊറിയർ അയക്കാം എന്ന് കാണിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഈ ഒരു കൊറിയർ എനിക്കിതേ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഫ്രീ മീൻസ് അറൗണ്ട് ഐ തിങ്ക് 4 to 5 kgs ഉണ്ടെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ ദ എക്സാക്ട് വെയിറ്റ്. ഫ്രീ മീൻസ് മുടി ഫ്രീ മീൻസ് വേറെ ഒന്നുമല്ല. കാരണം ഞാൻ കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളാണ്. പക്ഷേ ഞാൻ നാട്ടിൽ പോയതിന് ശേഷമാണ് അത് ഡെലിവർ ആയിട്ടുണ്ടായിരുന്നത്. ഡെലിവർ ആവുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവർ എനിക്ക് ആപ്ലിക്കേഷനിൽ കാണിച്ചത് റിട്ടേൺ പോവാണ്, സാധനങ്ങൾ ഡെലിവർ ആയിട്ടില്ല, റിട്ടേൺ പോവാണ്, റീഫണ്ട് കിട്ടിയെന്നുള്ളത്. സോ എനിക്ക് റീഫണ്ട് കിട്ടിയതിന് ശേഷം ഞാൻ നോക്കുന്ന സമയത്ത്, ഞാൻ ഇവിടെ തിരിച്ച് പോളണ്ടിൽ വന്ന സമയത്ത് എനിക്കൊരു ദിവസം കൊറിയറിൽ നിന്ന് ആൾ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് താഴെ പോയി നോക്കിയ സമയത്താണ് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനത്തിൻ്റെ എനിക്ക് റീഫണ്ടും കിട്ടി, സാധനവും കയ്യിൽ കിട്ടി. സോ എൻ്റെ ചേച്ചിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ എനിക്കിവിടെ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും നാട്ടിലേക്കൊന്ന് അയക്കാം എന്നുള്ളത്. ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ നാട്ടിലേക്ക് അയച്ചിട്ടില്ല പോളണ്ടിൽ നിന്ന്. സോ ഞാനിപ്പോഴേ വന്നിരിക്കുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസിലാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് പോലെ പോക്സ്റ്റാ പൊളസ്കയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഞാൻ അന്ന് വന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് 5 kg ആവുന്നെങ്കിൽ 97 സ്ലോട്ടി എന്നാണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം അപ്രോക്സിമേറ്റ് പ്രൈസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ എനിക്ക് എത്ര kg എക്സാക്ട് ഇതുണ്ടെന്നല്ല എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ ഒരു സമയം നമുക്ക് പോയി നോക്കാം. ഇവിടെ പോകുമ്പോൾ തന്നെ ഞാൻ വെച്ചത് മനുഷ്യനാണ് ഗൈസ്, മനുഷ്യനല്ല, വേറെ ആരുമാണ്. സോ എന്തായാലും ചോദിച്ച് നോക്കാം ഉണ്ടാവും എന്നുള്ളത്. ഇവിടെ വന്നിട്ട് ഒരു ടോക്കൺ എടുത്തിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. എൻ്റെ 160 നമ്പർ. സോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ നമ്പർ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇവിടെ 157 ആയിട്ടുള്ളൂ. നോക്കൂ. സോ എന്തായാലും വെയിറ്റ് ചെയ്യണം. ബാക്കിയുള്ളത് വഴിയെ കാണാം. മേ ബി ഐ ക്യാൻ ട്രാൻസ്ലേറ്റ് ഇറ്റ് ആൻഡ് ഫിൽ ഇറ്റ് ഔട്ട്. ദിസ് ഈസ് മൈ ഓക്കെ, ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. വാങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫൈനലി നമ്മുടെ സിഗ്നേച്ചർ ആൻഡ് ഡേറ്റ്. വാട്ട്സ് ദ ഡേറ്റ് ടുഡേ? 17th of June. ഓക്കെ, 2026. That's my signature, guys. Okay, gotcha. Great one. There's only a single letter here. This is my mother's not surname, initial. I can maybe write my father's name. Just Okay. like that. Just saying, if you do need boxes, we have some for sale over there. I don't think that I need a box, but maybe I can wrap it properly with the tape. അതിനും അറൗണ്ട് 2.5 കിലോ ഉണ്ട്. അയ്യോ, പൊട്ടിപ്പോയതുകൊണ്ട് ഞാനൊരു ടേപ്പ് വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു ടേപ്പ് വാങ്ങിയിട്ട് ഒട്ടിക്കുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ഇതുപോലെ കിട്ടി സേഫ് ആക്കിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് പുള്ളിയുടെ ഹാഫ് ടേപ്പ് ഞാൻ തീർത്തു. തേങ്ങ എന്തായാലും കൊണ്ട് കൊടുക്കാം. റൈറ്റ്, എനിക്കിങ്ങനെ കൺഫർമേഷൻ കിട്ടി. കൺഫർമേഷൻ വാങ്ങി ട്രാക്കിംഗ് നമ്പർ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ചീപ്പാണ് കേട്ടോ സാധനങ്ങൾ അയക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ ഞാൻ പോസ്റ്റ് ഓഫീസ് ത്രൂ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സാധനം അയച്ചിട്ടുണ്ട്. പക്ഷേ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് കോസ്റ്റിംഗ് അറൗണ്ട് 10K, 5K or 6K, ഐ ഡോണ്ട് നോ, 7K, 7,000 എന്തോ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും ഏകദേശം ആ ഒരു സിമിലർ പ്രൈസ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ സാധനത്തിൻ്റെ വെയിറ്റ് അറൗണ്ട് 3 kg ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഹാഡ് ടു പേ 79 സ്ലോട്ടി. സോ എനിക്ക് അത്യാവശ്യം നോർമലി ചീപ്പായിട്ട് എനിക്ക് തോന്നി. ആൻഡ് അന്ന് ഞാൻ ഇവിടെ ഒന്ന് അന്വേഷിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് 5 kg ആണെന്നുണ്ടെങ്കിൽ 97 സ്ലോട്ടി എന്നാണ് പറഞ്ഞത്. സോ ആർക്കെങ്കിലും നാട്ടിലേക്കൊക്കെ സാധനം അയക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് ത്രൂ അയക്കാം ഗൈസ്. ഇറ്റ്സ് ക്വൈറ്റ് ചീപ്പ്. ഞാൻ എക്കണോമിക്കാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ അത്യാവശ്യമായിട്ട് ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ പതുക്കെ ചെന്നാൽ മതി. അതുകൊണ്ട് ഒരു 3 ആഴ്ച എടുക്കും, 2 to 3 weeks എടുക്കും എന്നാണ് പറഞ്ഞത്. സോ എന്നിരുന്നാലും ഞാൻ സാധനം അയച്ചിട്ടുണ്ട്.
നമുക്ക് ട്രാക്കിംഗ് നമ്പർ കിട്ടി, നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം. ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും ഗൈസ്. സോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യൂ ഗൈസ്, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.